ഇത് നമുക്ക് നിറച്ച് വെക്കുന്നത് പോലെ കറി വെക്കാൻ നോക്കാം. നമുക്ക് ചക്ക കറി വെക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് കൊടുത്തു. ഇതിൻ്റെ വെളുത്തുള്ളി നമുക്ക് കൊച്ചുള്ളി എന്തുകൊണ്ട് ഇടുന്നത്, അത് വഴറ്റിയെടുക്കണം. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ എടുക്കാം. നമ്മൾ തേങ്ങാക്കൊത്ത് ഉപയോഗിക്കുന്നില്ല, കൊച്ചുള്ളി വഴറ്റാം. ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. നമ്മൾ തേങ്ങ വറുത്തത്, ഒരു മുറി തേങ്ങ വറുത്തത് നമ്മൾ കാശ്മീരി ചില്ലി 2 സ്പൂൺ കൊടുക്കാം. 2 സ്പൂണ്, 1 സ്പൂൺ മല്ലിപ്പൊടി, പെരുംജീരകം പൊടിച്ചത് 1 സ്പൂണ്, ചെറിയ സ്പൂൺ, സ്വല്പം മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് മിക്സിയിൽ ചേർന്നിട്ട് നല്ലപോലെ കുഴമ്പം പരുവത്തി അരച്ചെടുക്കണം. നമുക്കതിൻ്റെ കൂടെ നമുക്ക് വെളുത്തുള്ളിയും ഇടാം. നമ്മൾ ആദ്യമേ ഇതെല്ലാം അരപ്പെല്ലാം കൂടെ വെള്ളം ഒഴിക്കാതെ നല്ലതുപോലെ പൊടിച്ച് എടുക്കണം. ഇനി ഒന്നുകൂടെ എടുക്കുമ്പോൾ നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വരും. അങ്ങനെ വേണം അരച്ചെടുക്കാൻ. അല്ലാതെ ആദ്യമേ വറുത്ത തേങ്ങയ്ക്കകത്ത് പച്ചവെള്ളം ഒഴിച്ച് അരക്കരുത്. ഇങ്ങനെ എടുക്കണം, നല്ല പൊടിയായിട്ട് കിട്ടി. ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ കുറുക്കിയെടുക്കാം. നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീനച്ചക്ക കടച്ചക്കയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല വിളഞ്ഞ ചക്ക എടുക്കണം. പൊട്ടിയൊക്കെ ആണെങ്കിൽ വേഗത്തിലാകുന്നത്. വിളഞ്ഞൊക്കെ ആണെങ്കിൽ റെഡിയാക്കി പറ്റുള്ളൂ. നമുക്കിനി ചക്കയും കൊച്ചുള്ളി എല്ലാം കൂടെ ഇട്ട് വഴറ്റിയത് ചട്ടിക്കകത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ മസാലക്കൂട്ട് ചേർത്ത് വഴറ്റുന്ന എല്ലാ സാധനവും ഇറച്ചിക്കൊക്കെ നമ്മൾ ഉള്ളി വഴറ്റുക. അന്നേരം സ്വല്പം അതിനകത്ത് മസാലക്കൂട്ടിട്ട്, പെരുംജീരകമാണെങ്കിൽ അത്, അല്ലാതെ ഇറച്ചിക്കാണെങ്കിൽ മസാലക്കൂട്ടിട്ട് നമ്മൾ വഴറ്റാമെങ്കിൽ ആ ഉള്ളിക്കകത്തൊക്കെ അതേപോലെ മണം കിട്ടും. നമുക്ക് ഈ അരപ്പൂടെ അതിനകത്ത് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. പൊടി പോലെ ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിക്കുമ്പോൾ നല്ല കുറുകുറാന്ന് കിട്ടും. നല്ലപോലെ അരപ്പ് പിടിക്കട്ടെ. അതിനകത്ത് കറിവേപ്പില ഇട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ വെന്ത് പറ്റണം. ഇനി ഇത് അടച്ചു വെക്കാം. സ്വല്പം ഉപ്പൂടെ ചേർക്കണം. ഉപ്പ് അന്നേരം ഇച്ചിരി ചേർത്ത് തരുള്ളൂ. മൺചട്ടിക്കകത്താകുമ്പോൾ അതിന് പ്രത്യേക ഒരു രുചിയാണ്. അവിടെ നിന്ന് വേവട്ടെ. കറി റെഡിയായി. പൊതി കെട്ടാനെ കൊണ്ടെടുക്കാം. അങ്ങനെ കുറുകുറാന്നിരിക്കും. ഇച്ചിരിയുടെ തണുക്കുമ്പോൾ അങ്ങനെ കുറുകുറാന്നിരിക്കണം. നമുക്ക് പൊതിക്കുണ്ട്. അതിന് മോരൊഴിക്കാനുണ്ട്, ചീനച്ചക്ക കറി വെച്ചുണ്ട്, നെല്ലിക്ക അച്ചാർ, മുട്ട പൊരിച്ചത്, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, കൊഞ്ചെടുത്ത് വെച്ചതാണ് വറക്കാൻ. ആർക്കും വേണ്ട. അന്നേരം പിന്നെ മുട്ട പൊരിച്ചു. അത് ഇന്നത്തെ കറി ഇത്രയാണ്.